നമസ്കാരം. ചെമ്പരേർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനിടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി എപ്പോഴും ഇങ്ങനെ വാഴ്ത്തി പാടിക്കൊണ്ട് നടക്കുന്ന രണ്ടുപേര് തന്റെ മകനും മരുമകളുമായിട്ടുള്ള സുധിയും ശ്രുതിയെയും കുറിച്ചാണ്. എന്നാൽ അവരെത്രത്തോളം ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളത്, അവരെത്രത്തോളം ചതിയാണ് ചെയ്തിട്ടുള്ളത്. അവര് വലിയൊരു ഇപ്പോ ചന്ദ്രമതി പറയുന്നുണ്ടല്ലോ തന്റെ മകൻ വലിയൊരു ബംഗ്ലാവ് വാങ്ങാൻ പോകുന്നു എന്നൊക്കെ. പക്ഷേ ആ ബംഗ്ലാവ് വാങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് നടക്കുന്ന ചന്ദ്രമതി അറിയുന്നില്ല തന്റെ മകൻ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ രേവതി ആ കൊട്ടേഷൻ അവർക്ക് കൊടുത്തു. ആ കൊട്ടേഷൻ കൊടുത്തപ്പോൾ രേവതിയുടെ കൊട്ടേഷൻ വേണ്ട, കാരണം 1,30,000 അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ട്. എന്നാൽ ഹേമ കൊടുത്തതോ രേവതി എത്ര രൂപയാണോ കൊടുക്കുന്നത് അതിന്റെ പകുതി എമൗണ്ട് മതി എന്ന് ഹേമയും പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അവര് ഇനി രേവതിയുടെ ഓർഡർ വേണ്ട, കാരണം ഇത്രയും രൂപ കൊടുത്ത് ഞങ്ങൾക്ക് ഇത് ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് രേവതിയുടെ ഓർഡർ വേണ്ട, പകരം ഹേമയുടെ ഓർഡർ മതി എന്നാണ് അവരും തീരുമാനിച്ചത്. അഡ്വാൻസ് പൈസ 10,000 രൂപ കൊടുക്കുകയും ചെയ്തു. രേവതി പറയുന്നത്, ഞാൻ ഇവിടെ പുതിയതായിട്ടല്ല, ഞാൻ വർഷങ്ങൾ കൊണ്ട് പൂക്കച്ചവടം ചെയ്യുന്ന ആളാണ്. ഓരോ പൂവിനും ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്ര രൂപയാണെന്നും എങ്ങനെയാണെന്നും എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയാം. അങ്ങനെയുള്ള ഞാൻ കൃത്യമായിട്ടുള്ള പൈസയാണ് നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത്. ഇതിലെനിക്ക് യാതൊരു ലാഭവുമില്ല. എങ്കിലും ഈ ഹേമ മാഡം പറയുന്നത് ഇതിന്റെ പകുതി വിലയ്ക്ക് ചെയ്തു തരാമെന്നാണ്. ഒരിക്കലും അതിന്റെ പകുതി വിലയ്ക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ ഓർഡർ അഡ്വാൻസ് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഹേമയുടെ കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, മാഡം ഇത് ശരിയല്ല, കാരണം നമുക്കിത് നഷ്ടക്കച്ചവടമല്ലേ, ഇത് ഇത്രയും രേവതി പറഞ്ഞത് അത്രയും എമൗണ്ട് ഈ ഒരു ഡെക്കറേഷൻ ആവും, അപ്പൊ പിന്നെ നമ്മൾ ചെയ്തത് നമുക്ക് നല്ല നഷ്ടം വരത്തില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹേമയുടെ പ്ലാന് രേവതി ഒരിക്കലും രേവതിക്ക് ഈ ഓർഡർ ഒരിക്കലും കിട്ടാൻ പാടില്ല, അവൾക്ക് ഈ ഓർഡർ ഒരിക്കലും കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ തരുന്നതിന്റെ അതിന്റെ പകുതി എമൗണ്ട് മതി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഓർഡർ കിട്ടിയതിന് ശേഷം എന്തായാലും ഞാൻ വർക്കൊക്കെ ചെയ്യും, പക്ഷെ അവസാന നിമിഷം ആവുമ്പോൾ, അതായത് വിവാഹത്തിന്റെ തലേ ദിവസം ഞാൻ പോയി പറയും ഇത്രയും രൂപയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പൂക്കളൊന്നും നിങ്ങൾ പറയുന്ന പൂക്കൾ കിട്ടാനില്ല, ആ വിലക്ക് കിട്ടാനില്ല, അതുകൊണ്ട് എനിക്ക് 1.5 ലക്ഷം രൂപ തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ളപ്പോൾ തലേ ദിവസം പോയിട്ട് ഒരാൾ പോലും ഈ ഒരു ഓർഡർ എടുക്കാനും പോകുന്നില്ല. എനിക്ക് അവസാനം സഹിയിട്ട് അവർ ആ പൈസ തരികയും ചെയ്യും. ഇതാണ് ഹേമയുടെ പ്ലാനും. അപ്പോൾ രേവതി ആദ്യമേ പറഞ്ഞു നിങ്ങൾ ചതിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന്. അവസാനം ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് രേവതിയുടെ അടുത്ത് തന്നെ ഈ ഓർഡർ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രേവതി പോകാൻ നേരത്തും ആ ഓഡിറ്റോറിയത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇവരിങ്ങനെയാണ്, അവരുടെ മുന്നിൽ മുട്ടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ശത്രുവായി മാറും എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് അവിടുത്തെ ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ തിരികെ എല്ലാം കഴിഞ്ഞ് രേവതി തിരികെ വീട്ടിൽ വന്നു. ഈ സമയത്ത് ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിലോ തന്റെ മകൻ വീട് വാങ്ങാൻ പോകുന്ന ആ സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷം ചന്ദ്ര താഴെയൊന്നുമല്ല നിൽക്കുന്നത്, എയറിലാണ്. കാരണം തന്റെ മകൻ വീട് വാങ്ങുന്നുണ്ട്, വേറെ ആർക്കും മകനെ പോലെ വീട് വാങ്ങാൻ പറ്റത്തില്ല, മറ്റു മക്കൾ ആരും അവൻ ചെയ്യുന്നത് പോലെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വലിയ വീരവാദം മുഴക്കാണ്. പക്ഷെ ഇത് കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്റെ മകനെ കുറ്റപ്പെടുത്താൻ പോകുന്ന ചന്ദ്രമതി നമ്മൾ കാണേണ്ടി വരും. അമ്മാതിരി പ്രശ്നങ്ങൾ ചന്ദ്രമതി ഉണ്ടാക്കും. കാരണം വീട് നഷ്ടമാകുമല്ലോ, ചതിക്കുഴിയിൽ വീഴുകയും ചെയ്യും, പൈസ അത്രയും നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ ഇനി വരാൻ പോകുന്നുണ്ട്. എന്തായാലും ചന്ദ്രമതി ഇനി ആ വീട്ടിൽ ചെന്നിട്ട് 2 ദിവസം നിൽക്കാൻ പോവാണല്ലോ. അപ്പൊ എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ഡ്രസ്സ് ഇടണ്ട, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷനിലായിരുന്നു. ഇതിനിടയിൽ ശ്രുതിയെ വിളിച്ചിട്ട് സാരി ഏത് സെലക്ട് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഓവറാണ് ചന്ദ്രമതി ഈ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ശ്രുതിയാണ് വീട് വാങ്ങാൻ പോകുന്നത്. ആ വീട്ടിൽ പോയി 2 ദിവസം താമസിച്ചു എങ്കിൽ പോലും നമുക്ക് നല്ലതൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ വീട്ടിൽ പോയതിന് ശേഷം
എനിക്ക് കുറച്ച് ആ വീട്ടിൽ പോയി താമസിച്ചാലും എനിക്ക് കിട്ടുന്ന ഓർഡർ കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് രേവതി രാത്രി മുഴുവൻ ഇരുന്ന് പൂവ് ഹാരം കെട്ടുന്ന തിരക്കിലാണ്. വർഷയും ശ്രീകാന്തും പോയി ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ രാത്രി ഈ പൂവ് ഹാരം കെട്ടുന്നത്, ചേച്ചിക്ക് ഇനിയിപ്പോ ഈ രാത്രിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി പറഞ്ഞതിന്റെ മറുപടി, എനിക്ക് ആ വീട്ടിൽ പോയി 2 ദിവസം നിന്നാലും എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഒരാൾക്ക് ഈ ഓർഡർ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് തരത്തില്ല. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. ഞാൻ അതുകൊണ്ട് ഈ ഒരു ജോലി കളയാൻ പോകുന്നില്ല. എന്നാലും രാത്രി മുഴുവൻ ഇരുന്ന് കഴിഞ്ഞാൽ പൂവ് കെട്ടി വെക്കാൻ പറ്റും. രാവിലെ പോയി ഓർഡർ കൊടുത്തിട്ട് ഞാൻ ആ വഴി വീട്ടിലോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. രേവതി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചന്ദ്രമതി വലിയ വഴക്കുണ്ടാക്കിയെങ്കിൽ പോലും പിന്നെ ശ്രീകാന്തും വർഷയും സപ്പോർട്ട് ചെയ്തപ്പോൾ നീ എന്താന്ന് വെച്ചാൽ ചെയ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ സമയമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രമതി വെളുപ്പിനെ എണീറ്റ് കുളിച്ച് റെഡിയാവുന്നുണ്ട്. കാരണം തന്റെ മകന്റെ വീട്ടിലോട്ട് പോകണമല്ലോ. രാവിലെ കുളിച്ച് റെഡിയായി എല്ലാവരും കൂടി സച്ചിയും രേവതിയും നേരെ പൂവിന്റെ ഓർഡറൊക്കെ കൊടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ്. ശ്രീകാന്തും വർഷയും രവീന്ദ്രനും ചന്ദ്രമതിയും സുധിയും ശ്രുതിയും എല്ലാവരും കൂടി ചേർന്നിട്ട് സുധി വാങ്ങിച്ച വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയ പാടെ തന്നെ ചന്ദ്രമതി ആ വീടിന്റെ ചുറ്റും കിടന്ന് ഓടുകയാണ്. അയ്യോ എന്റെ മകൻ വീട് വാങ്ങിച്ചേ, അയ്യോ ബംഗ്ലാവാണേ, എനിക്ക് കണ്ണ് നിറയുന്നേ, അയ്യോ എനിക്ക് അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് ഓടുകയാണ്. ഒരു വിധത്തിൽ ചന്ദ്രമതിയെ പിടിച്ച് അകത്തേക്ക് കയറ്റി. അകത്ത് കയറുന്ന അതിന് തൊട്ടു മുമ്പ് തന്നെ ആ വീടിന്റെ ഓണർ ആണെന്ന് പറഞ്ഞ് സുധിയെയും ശ്രുതിയെയും എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന കള്ളനും ചതിയനുമായിട്ടുള്ള ആ വീടിന്റെ ഓണറായിട്ട് അഭിനയിച്ചു വരുന്ന അയാളും ഭാര്യയും പുറത്തേക്ക് വരികയും അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയും ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഒരു സഹോദരനും കൂടി ഇല്ലേ, അപ്പൊ അവരെ വന്നോളും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് കയറി വീടെല്ലാം ചുറ്റി കണ്ടു. അതിനുശേഷം അടുത്ത 25 ലക്ഷം രൂപ അഡ്വാൻസ് തുക കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ പേപ്പറിൽ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഒപ്പെല്ലാം ഇട്ടതിന് ശേഷം അഡ്വാൻസ് തുകയും കൊടുത്തു. ആ പൈസ കണ്ടപ്പോൾ ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. 25 ലക്ഷം രൂപയല്ലേ ഒറ്റ അടിക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ പൈസയൊക്കെ കൊടുത്തു. സന്തോഷത്തിൽ 2 ദിവസം വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഇത് വലിയൊരു കുഴിയിലേക്കാണ് ചാടാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ സുധിയും ശ്രുതിയും മനസ്സിലാക്കിയാൽ നന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അവർക്ക് കൃത്യമായിട്ട് അറിയാം 5 കോടിയുടെ വീട് 3 കോടിക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സച്ചിൻ രേവതിയും വർഷയും ശ്രീകാന്തും കൂടി ഈ കള്ളം പൊളിക്കാനായിട്ട് നോക്കുന്നത്. എന്നാൽ തന്റെ ചേട്ടനായിട്ടുള്ള സുധിയെ രക്ഷിക്കാനായിട്ട് ശ്രീകാന്തിനും സച്ചിക്കും ഭാര്യമാർക്കും സാധിക്കുമോ? 50 ലക്ഷം രൂപ നീലിമയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ വീമ്പിളക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ രഹസ്യങ്ങൾ കൂടി പുറത്താവുകയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുന്നത് വരേക്കും ബൈ.